ഈ രാജ്യത്തിൻ്റെ ഗതി എന്താണ്? വല്ലാത്ത കഷ്ടം തന്നെയാണ് അത്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു അതല്ല ഇത്ര സംഭവം കണ്ടിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഊളകളുടെ കാര്യം ആലോചിച്ചു. അങ്ങനെ ഒരു എന്ത് തരം മാനസികാവസ്ഥയാണ്? പരശുരാം എക്സ്പ്രസ് പോകുന്ന ട്രെയിനിൽ ട്രാക്കിൽ ഇനി നിസാമുദ്ദീൻ എക്സ്പ്രസ് പോകാൻ പാടില്ല. നാണക്കടല്ലേ ഭാരതപ്പുഴ ഇനി ഒഴുകി അറബിക്കടലിൽ ചേരാൻ പാടില്ല എന്നാ പറഞ്ഞത്. എന്താ പറയാ, ആളുകൾ അതിനെ ഭംഗിയായി ട്രോൾ ചെയ്യുന്നുണ്ട്. ആ സിംഹത്തിന് സുന്നത്ത് ചെയ്താൽ പ്രശ്നം കഴിയുമെന്ന്. അതായത് അക്ബർ സുന്നത്ത് ചെയ്തിട്ടില്ല. പരിശോധിച്ചാൽ മനസ്സിലാവും. ഇവരുടെ ഒരു മാനസികാവസ്ഥ ആലോചിക്കണം. ശരിക്കും നല്ല പോലെ സുഖമായിട്ട് നല്ല സ്നേഹത്തോടെ പോവരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കുറേ ആളുകൾ കോടതിയിൽ ചെന്ന് ഒരു അങ്ങനെ ഉണ്ടല്ലോ, ഒരു സൈക്കോ ആയിട്ടുള്ള ഒരാൾക്ക് പോലും തോന്നാത്ത സംഭവമാണ്. അത് കൊണ്ടുപോയി കോടതിയിൽ കൊടുക്കുന്നു. കോടതിയിൽ കൊടുത്തിട്ട് നമ്മുടെ നെഞ്ചത്ത് കുത്തുന്ന രീതിയിലുള്ള സംഭവമായി മാറുന്നത് എവിടെയാണെന്നറിയാതെ, കൊണ്ടുപോടാന്ന് പറഞ്ഞിട്ട് അതൊരു കൊട്ടയിലിട്ടിരുന്നുവെങ്കിൽ അതൊരു തമാശയായി അവശേഷിക്കുമായിരുന്നു. പക്ഷേ ആ ഹർജി ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട, അങ്ങനെയാണല്ലോ പറയേണ്ടത്, ഒരു കോടതി ആ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് വരുമ്പോൾ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഇങ്ങനെയൊരു ചിന്തയിലേക്ക് ഓളം ഇല്ലാത്ത ആളുകൾ അല്ല, തലക്കോളം ഇല്ലായിട്ടുള്ള ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ഒന്നുകിൽ ഇതെന്തോ മാരകമായിട്ടുള്ള രീതിയിലേക്ക് നല്ല ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, MDMA ഉപയോഗിക്കാത്ത ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അതായത് പരസ്പര സ്നേഹത്തോടെ എല്ലാവരും മുന്നോട്ട് പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഞാൻ പ്രതിജ്ഞ ചൊല്ലിയത് എൻ്റെ സ്കൂളിൽ നിന്ന്. ഇത് ആരോട് എന്നെപ്പോലുള്ള നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ഇതാരോടാ പറയുന്നത്? ഇത്തരം സംഭവങ്ങൾ, ഇത്തരം വിഡ്ഢിത്തങ്ങൾ, അതായത് ഇത്തരം അന്ധമായ വിശ്വാസങ്ങൾ, ഇത്തരം ഭ്രാന്തന്മാരും മതഭ്രാന്തന്മാരെ തുറന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും. കാര്യം അതാര് ഏത് രീതിയിലേക്ക്, അതായത് എത്ര രീതിയിലേക്ക് നിങ്ങൾ കോള വിളിച്ച് ഭീഷണിപ്പെടുത്തിയാലും വേണ്ടില്ല, 100% ഇത്തരം മതവാദികളെ, അതായത് മതഭ്രാന്തന്മാരെ, വിവരം കെട്ടവരെ, അങ്ങനെ വേണം പറയാൻ, വിവരം കെട്ടവരെ തുറന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും. മതം മനുഷ്യന്മാരെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കാനാണ്, അല്ലാതെ മറ്റു മതങ്ങളെ ആക്രമിക്കാനും മറ്റു മതസ്ഥരിൽപ്പെട്ട ആളുകളെ തെറി പറയാനുമല്ല. അല്ല, ഇതിന് മതവുമായിട്ടൊരു ബന്ധമില്ലെന്നേ. രണ്ട് സിംഹങ്ങളാണ് ശരിക്കും ഇപ്പോൾ ചർച്ചയിലെ. അല്ല, അതും ചർച്ച ചെയ്യേണ്ടി വരുന്നല്ലോ എന്നുള്ളൊരു ഗതികേടുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഗതികേടാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു സിംഹവും ഒരു സിംഹിയും, അതാണ് ഈ കഴിഞ്ഞ ദിവസത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ട്രെൻഡിങ് ചിത്രങ്ങൾ. ഈ ചിത്രങ്ങൾ വരെ വന്നു കഴിഞ്ഞു. പല രീതിയിൽ, പല വേഷങ്ങളിൽ മണവാളനും മണവാട്ടിയുമായി സിംഹവും സിംഹിയും ഒക്കെ നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മൾ നിറയുകയാണ്. ഈ രാജ്യത്തിൻ്റെ ഗതി എന്താണ്? വല്ലാത്ത കഷ്ടം തന്നെയാണ് അത്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു അതല്ല ഇത്തരം സംഭവങ്ങൾ കണ്ടിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഊളകളുടെ കാര്യം ആലോചിച്ചു. അങ്ങനെ ഒരു എന്ത് തരം മാനസികാവസ്ഥയാണ്? ഞാൻ ആലോചിച്ചു പോവുകയാണ്. അതിനെ ട്രോളി ഒരുപാട് ട്രെയിൻ പോകുന്ന അല്ലല്ല, പരശുരാം എക്സ്പ്രസ് പോകുന്ന ട്രെയിനിൽ ട്രാക്കിൽ ഇനി നിസാമുദ്ദീൻ എക്സ്പ്രസ് പോകാൻ പാടില്ല. നാണക്കടല്ലേ, ഭാരതപ്പുഴ ഇനി ഒഴുകി അറബിക്കടലിൽ ചേരാൻ പാടില്ല എന്നാ പറഞ്ഞത്. എന്താ പറയാ, ആളുകൾ അതിനെ ഭംഗിയായി ട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ, ഭംഗിയായി ട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറ്റൊന്നുണ്ട്, അതും പൊന്നാനി വഴി. ഭാരതപ്പുഴ ഇനി അറബിക്കടലിൽ ഒഴുകാൻ പാടില്ല, അതും പൊന്നാനി വഴി എന്ന് പറയുന്ന വളരെ മനോഹരമായ ട്രോള് സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടു. അതുപോലെ തന്നെ വേറൊന്നുണ്ട്, കുറച്ചുകൂടി കടത്തി പറഞ്ഞിട്ടുണ്ട്. ആ സിംഹത്തിന് സുന്നത്ത് ചെയ്താൽ പ്രശ്നം കഴിയുമെന്ന്. അതായത് അക്ബർ സുന്നത്ത് ചെയ്തിട്ടില്ല. പരിശോധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് പ്രശ്നം തീരുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച ട്രോളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ബാബു, അതല്ല, എന്ത് തരം മാനസികാവസ്ഥയാണ് ഇങ്ങനെ ഒരു ഹർജി? അല്ല ഇവരൊക്കെ അതിന് ഹർജിന്റെ മുന്നിലോട്ട് പോകണേ. ഇവരൊക്കെ കഴിക്കുന്ന സാധനം എന്താണെന്ന് പറഞ്ഞാൽ അതൊന്നും ശരിക്കും നമ്മൾ വാങ്ങിക്കഴിക്കരുത് അല്ലേ? അതെ. അതായത് ഇവരുടെ ഒരു മാനസികാവസ്ഥ ആലോചിക്കണം. ശരിക്കും നല്ല പോലെ സുഖമായിട്ട് നല്ല സ്നേഹത്തോടെ പോവരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കുറേ ആളുകൾ. അപ്പം എത്ര നീചമാണ് അവരുടെ മനസ്സെന്നൊന്ന് ആലോചിക്കണം. അവല്ല, അവർ ഏത് തരം ചിന്താഗതിയാണ് അവരെ നയിക്കുന്നതെന്ന്. അങ്ങനെ നിങ്ങൾ നോക്കൂ, ഒരു വക്കീൽ, അദ്ദേഹം എന്തായാലും ഗ്രാജുവേറ്റായി, അതിനുശേഷം ലോ ഗ്രാജുവേറ്റായി, അങ്ങനെ പിന്നെ അതിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റിനെ പോയി കാണുകയും അയാളും ശരി ഞാൻ തയ്യാറാക്കാം ഒരു ഹർജി,
സിംഹവും സിംഹിയും ഒരുമിച്ച് കഴിയാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഹർജി അയാൾ തയ്യാറാക്കുന്നു. കോടതിയിൽ ഇപ്പോൾ ഒരു പ്രോസസ്സാണല്ലോ, ഒരുത്തൻ വിളിച്ചു പറഞ്ഞതല്ലത്. കോടതിയിൽ ചെന്ന് ഒരു അങ്ങനെ ഉണ്ടല്ലോ, ഒരു സൈക്കോ ആയിട്ടുള്ള ഒരാൾക്ക് പോലും തോന്നാത്ത സംഭവമാണ്. അത് കൊണ്ടുപോയി കോടതിയിൽ കൊടുക്കുന്നു. കോടതിയിൽ കൊടുത്തിട്ട് നമ്മുടെ നെഞ്ചത്ത് കുത്തുന്ന രീതിയിലുള്ള സംഭവമായി മാറുന്നത് എവിടെയാണെന്നറിയുന്നത്? കൊണ്ടുപോടാന്ന് പറഞ്ഞിട്ട് അതൊരു കൊട്ടയിലിട്ടിരുന്നുവെങ്കിൽ അതൊരു തമാശയായി അവശേഷിക്കുമായിരുന്നു. പക്ഷേ ആ ഹർജി ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട, അങ്ങനെയാണല്ലോ പറയേണ്ടത്, ഒരു കോടതി ആ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് വരുമ്പോൾ എങ്ങോട്ടാണ് നമ്മളുടെ പോക്ക്? ശരിക്കും അവിടെയാണ് എല്ലാ ചിരിയും കെട്ടുപോകുന്നത് അവിടെയാണ്. അതായത് ശരിക്കും ഒരു ജോക്കിൽ അല്ലെങ്കിൽ ഒരു തമാശയിൽ തള്ളാവുന്ന സംഭവം പോയി കോടതി ഏറ്റെടുത്ത് അതിന് മുന്നോട്ട് ഒരുപക്ഷെ തള്ളുമായിരിക്കും, പക്ഷെ അത് ഫയലിൽ സ്വീകരിക്കുന്നതിന് കാണിച്ച ഒരു നിയമബോധമുണ്ടല്ലോ, അതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. അങ്ങനെ എന്തും ഈ രാജ്യത്ത് സാധ്യമാണ് എന്നുള്ള നില വന്നാൽ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? നമ്മൾ സ്കൂളിൽ ചെന്ന് പഠിച്ചതും കൂടിയാടി കഴിഞ്ഞതും എല്ലാവരുമായി സാഹോദര്യ ബന്ധം പുലർത്തിയതും എത്രയോ പതിറ്റാണ്ടുകളായി നമ്മുടെയൊക്കെ പിതാമഹന്മാരുൾപ്പെടെ കെട്ടിപ്പടുത്ത് കൊണ്ടുവന്നതുമായിട്ടുള്ള ഒരു സൗഹാർദ്ദ അന്തരീക്ഷവും സ്നേഹത്തിൻ്റെ അന്തരീക്ഷവുമൊക്കെ ഈ രാജ്യത്ത് എന്തായി മാറുമെന്നുള്ള വല്ലാത്തൊരാശങ്കയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ വീടിന് ചുറ്റും നടക്കുന്ന, തെരുവിൽ നടക്കുന്ന നായ്ക്കൾക്കും ഈ പറയുന്ന രീതിയിൽ പേരിടേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലേക്ക് കടന്നു വരുന്ന തൊട്ടടുത്ത വീട്ടിലെ കോഴിക്ക് കൂടി പേരിടേണ്ടി വരും. അങ്ങനെയാണ് ഇന്നിപ്പം നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. എങ്ങോട്ടാണ് ഈ കാഴ്ചപ്പാട് ഇന്ത്യയെ നയിക്കുന്നത് എന്ന് തലയ്ക്ക് ഓളം വന്നിട്ടില്ലാത്ത ആളുകൾ ചിന്തിക്കണമെന്ന് മാത്രമാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഇങ്ങനെയൊരു ചിന്തയിലേക്ക് ഓളം ഇല്ലാത്ത ആളുകൾ തലക്കോളം ഇല്ലായിട്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ഒന്നുകിൽ ഇതെന്തോ മാരകമായിട്ടുള്ള രീതിയിലേക്ക് നല്ല ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, MDMA ഉപയോഗിക്കാത്ത ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ചുരുങ്ങിയ പക്ഷത്തിലേക്ക്, അതായത് നമ്മൾ എന്താണ് ആഗ്രഹിക്കേണ്ടത് എന്നതിന് എതിരായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, അതായത് പരസ്പര സ്നേഹത്തോടെ എല്ലാവരും മുന്നോട്ട് പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഞാൻ പ്രതിജ്ഞ ചൊല്ലിയത് എൻ്റെ സ്കൂളിൽ നിന്ന്. ഇതാരോട് എന്നെ പോലുള്ള നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ഇതാരോടാ പറയുന്നത്? അതാ പറഞ്ഞത്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഞാൻ എന്തിൽ വിശ്വസിച്ച്, ഞാൻ എന്താണ് എൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ഞാൻ ആശ്രയിച്ച സകല സംഗതികളും തകർക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ നാട് പോവാന്ന് പറയുമ്പോൾ, ഇന്ന് എനിക്കൊരു കോൾ വരണ്ടായി. അപ്പോൾ ഇന്ന് കോൾ വന്നത് ശരിക്കും എന്തുകൊണ്ടാണ് ഹിന്ദു സമുദായത്തിനെ നിങ്ങൾ ഇത്തരം രീതിയിലേക്ക് വാർത്ത ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹിന്ദു സമുദായത്തിനെതിരെ ഒരു മതത്തിനെതിരെ ഒരു കാരണവശാലും ഡിപ്ലോയിസ് കേരള എന്നുള്ള ചാനൽ ഒരു കാരണവശാലും വാർത്ത ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ്, അതായത് പള്ളി അയാളോട് വീഡിയോസ് ഒന്നുകൂടി ഹിന്ദുത്വവാദികൾ എന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായും, അതായത് ജനാധിപത്യമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ജനാധിപത്യമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മതസ്ഥരും ഒരേപോലെ തന്നെ സാഹോദര്യത്തോടെ ഇവിടെ ജീവിച്ചു പോകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അത് പല ചർച്ചകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ള. പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ നിങ്ങൾ BJP എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ BJP എന്തുകൊണ്ട്, ഞാൻ പറഞ്ഞു BJP നമ്മൾ ഒരു കാരണവശാലും എതിരായിട്ട് വാർത്ത ചെയ്തില്ലല്ലോ. പക്ഷേ ഇത്തരം സംഭവങ്ങൾ, ഇത്തരം വിഡ്ഢിത്തങ്ങൾ, അതായത് ഇത്തരം അന്ധമായ വിശ്വാസങ്ങൾ, ഇത്തരം മതഭ്രാന്തന്മാരെ തുറന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും. കാര്യം അതാര് ഏത് രീതിയിലേക്ക്, അതായത് എത്ര രീതിയിലേക്ക് നിങ്ങൾ കോള വിളിച്ച് ഭീഷണിപ്പെടുത്തിയാലും വേണ്ടില്ല, 100% ഇത്തരം മതവാദികളെ, അതായത് മതഭ്രാന്തന്മാരെ, വിവരം കെട്ടവരെ, അങ്ങനെ വേണം പറയാൻ, വിവരം കെട്ടവരെ തുറന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും. മതം മനുഷ്യന്മാരെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കാനാണ്, അല്ലാതെ മറ്റു മതങ്ങളെ ആക്രമിക്കാനും മറ്റു മതസ്ഥരിൽപ്പെട്ട ആളുകളെ തെറി പറയാനുമല്ല. അല്ല, ഇതിന് മതവുമായിട്ടൊരു ബന്ധമില്ലെന്നേ. കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ് ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിലുള്ളത്. ഹിന്ദു എന്ന് പറയുന്ന വിശാലമായ ഒരു കൺസെപ്റ്റുമായും അതിനെ എങ്ങനെ രാഷ്ട്രീയമായി അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ എങ്ങനെ ഒരു ഉപകരണമാക്കി മാറ്റാം എന്ന ചിന്തയിൽ നിന്നാണ് ഈ പറയുന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന കൺസെപ്റ്റ് 1923 VD സവർക്കറിൻ്റെ ഒരു പുസ്തകത്തിന് ശേഷമാണ് ഇവർക്ക് കിട്ടിയത്. അതിനു മുമ്പ് ഹിന്ദുത്വം എവിടെയില്ല. അതിനു മുമ്പ് ഹിന്ദുത്വം എന്ന് പറയുന്ന സംഭവങ്ങൾ എവിടെയില്ല. ആ ഹിന്ദുത്വം എന്ന് പറയുന്ന സംഭവം അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ, പിന്നെ VD സവർക്കറിൻ്റെ പുസ്തകത്തിന് ശേഷമാണ് 1923 അദ്ദേഹം എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് ഹിന്ദുത്വം വരുന്നത്. അതിനു മുമ്പ് നൂറ്റാണ്ടുകൾക്ക് പിറകോട്ട് ചെന്നാൽ, സഹസ്രാബ്ദങ്ങൾക്ക് പുറകോട്ട് ചെന്നാൽ
ഹിന്ദു എന്ന് പറയാവുന്ന ഈ പറയുന്ന ഒരു സംസ്കാരവും ജീവിത രീതിയും ആചാരാനുഷ്ഠാനങ്ങളും എത്രയോ കാലം മുമ്പുണ്ട്. അതും ഇതുമായി ബന്ധമില്ല. ഇതിന് 10-100 വർഷത്തെ പിന്നെ ചരിത്രമേ ഉള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച 23-ൽ ആ പുസ്തകം ഇറങ്ങുന്നു. അതിനുശേഷം രൂപീകരിച്ച ഈ പറയുന്ന RSS അവരാ പറയുന്ന കൺസെപ്റ്റ് ഏറ്റെടുക്കുന്നു. അതിനെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാം, മതത്തെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാം എന്ന പരീക്ഷണമാണ് അവരെവിടെ എത്തി നിൽക്കുന്നത്. ഇന്ന് 10 വർഷം തുടർച്ചയായി ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ ഒരു ഗവൺമെൻറ്റിലേക്ക് അവരെത്തി നിൽക്കുന്നത്. അപ്പോൾ അതിനത് ഉപയോഗിച്ച് അവരത് അതിൽ നിന്ന് നേട്ടം കൊയ്തു കഴിഞ്ഞു. പക്ഷേ അത് ഇന്ത്യയുടെ സാംസ്കാരിക സാമൂഹ്യ ശരീരത്തിൽ എന്ത് തരത്തിലുള്ള പരിക്കുകളാണ് ഏൽപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതായത് ചെറിയ തമാശയായി, മുൻപ് പറഞ്ഞ പോലെ തമാശയായിട്ട് എഴുത്തള്ളേണ്ട അല്ലെങ്കിൽ കേട്ട് തള്ളേണ്ട വിഷയങ്ങളൊക്കെ ശരിക്കും കാര്യമാകുന്ന അവസ്ഥ, അതൊക്കെ വല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങളെ, അതായത് എല്ലാവരും സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ RSSൻ്റെ അല്ലെങ്കിൽ BJPയുടെ ആളുകളല്ല എന്നുള്ളതാണ്. കുറച്ച് മുമ്പ് വിളിച്ച ആളോടൊക്കെ മറുപടി പറയാനുള്ളത്, ശരിക്കും BJP അല്ലെങ്കിൽ RSSനെ വിമർശിക്കേണ്ട സംഭവങ്ങൾ വിമർശിക്കുന്ന സമയത്ത് വികസനങ്ങൾ പറയാതെ മതം മാത്രം ചർച്ചാ വിഷയമാക്കുമ്പോൾ തീർച്ചയായും അതിന് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിർത്തുകയാണ്. ഇത്തരം ഒരു സംഭവം ഒരിക്കൽ പോലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് ലോകം അതാണ്. ചർച്ചകൾ ഇത് മാത്രമായിരിക്കും എന്നുള്ള തീരുമാനമെടുത്ത് വരുന്ന ആളുകളാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.